ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തകത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനോടകം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച അനേകം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തവും തൃപ്തികരമായി മറുപടി പറയുവാൻ കഴിഞ്ഞ സെഷനുകളിൽ സാധിച്ചതിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ കൃതാർത്ഥരാണ്. ഇന്നും അപ്രകാരമുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകുവാൻ കർത്താവിൽ പ്രസിദ്ധനും ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സാറെ, കഴിഞ്ഞ സെഷൻ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ പൂർത്തീകരിക്കാത്ത ഒരു ഉത്തരമുണ്ടായിരുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കി ഒരു പ്രേക്ഷകരിൽ അതിന്റെ വിശദീകരണം ചോദിച്ചിരുന്നു. അതിന്റെ മുഖവുരയായിട്ട് സാർ അതിന്റെ പശ്ചാത്തലത്തെ പറ്റി പറയുണ്ടായി. സഭാപ്രസംഗി എഴുതിയ ശലോമോന്റെ പ്രായം അത് എങ്ങനെ ബാധിച്ചു, എഴുതിയ വചനത്തിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ള വിഷയത്തെ പറ്റി അല്പമായി സാറ് പറയുകയുണ്ടായി. ഞാൻ ദൈവവചനം ഒന്നുകൂടെ പറയുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായും ഇരിക്കരുത്. നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കരുത്. കാലത്തിന് മുമ്പേ നീ എന്തിന് മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം, അതിങ്കൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തർ ഇതെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഈ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരുന്നത്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതെ, ചില കാര്യങ്ങളാണ് നമ്മളല്ല മറുപടി പറയേണ്ടത്. കാരണം നമ്മൾ മറുപടി പറയുമ്പോൾ ആ മറുപടി കേൾക്കുന്ന ആളുകൾക്ക് സ്വീകാര്യമാകണമെന്നില്ല. നമ്മള് വേണേ സ്വീകരിക്കണം, വേണ്ടേ സ്വീകരിക്കണ്ട എന്നുള്ള ഒരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡിലല്ല നമ്മൾ പബ്ലിക്കിനോട് ഇടപെടുന്നത്. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളോട് നമുക്ക് പൂർണ്ണ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, അത് ദൈവമക്കളാണെന്നുള്ള സ്നേഹമുണ്ട്. അവര് നമ്മളെപ്പോലെ ദൈവമക്കളായി അംഗീകരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. അപ്പോ ഉത്തരം അവരിൽ നിന്ന് വരണം. ചോദ്യത്തിന് ഉത്തരം പറയാൻ അവരെ പ്രാപ്തരാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ലിസ്റ്റ് ഓഫ് ആൻസേഴ്സ് അങ്ങോട്ട് കൊടുക്കുകയല്ല, അങ്ങനല്ല. ഇപ്പം വിശുദ്ധ തിരുവെഴുത്തുകളില് ഈ എക്ലീസിയാസ്റ്റസിന് തൊട്ട് മുമ്പ് വരുന്നതാണ് സോങ് ഓഫ് സോങ്സ്, ഉത്തമഗീതം എന്ന് പറയുന്നത്. ഉത്തമം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ട്, അല്ലെ കുറെ ഗേൾ ഫ്രണ്ട്സിനെ കണ്ട് ആകെപ്പാടെ തലയുടെ പിരിയിളകിയ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഉത്തമഗീതത്തിൽ കാണുന്നത്. കാര്യം ഇയാൾക്ക് ആ ഒരു വിഷയമല്ല, വേറെ ഒരു കാര്യം സംസാരിക്കാനില്ല. അപ്പം അത് കഴിഞ്ഞു, സോങ്സ് കഴിഞ്ഞ നമ്മൾ ഇതിന്റെ പ്രോവേർബ്സ് വരുന്നുണ്ട്. ഇദ്ദേഹം കണ്ടോ പ്രോവേർബ്സ്? മൈ സൺ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: ആ വഴിയെ വന്ന് പെണ്ണുങ്ങളെ സൂക്ഷിച്ചോണം, ആ പെണ്ണുങ്ങളെ സൂക്ഷിച്ചോണം, ആ പെണ്ണുങ്ങളെ സൂക്ഷിച്ചോണം, ആ പെണ്ണുങ്ങളെ സൂക്ഷിച്ചോണം. എൻ്റെ അർത്ഥം എന്താ? ഇയാൾക്ക് ഒരു മോനായി, കുറെ കൂടെ പ്രായമായി, ഏതാണ്ട് മിഡിൽ ഏജ്ഡായി. ഇയാളെന്തോ ഇദ്ദേഹം ആയ കാലത്ത് ചെയ്ത കൊള്ളരാജികൾ ഇദ്ദേഹത്തിന്റെ മകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് മകനെ വിലക്കുന്നതാണ് നമ്മൾ പ്രോവേർബ്സിൽ സദൃശവാക്യത്തെ കാണുന്നത്. കണ്ടോ? ഇത് പറഞ്ഞപ്പോഴേ എൻ്റെ ഓർമ്മ വന്ന് ഒരു അമ്മയും മോളും നമ്മളുടെ ഡയലോഗാണ്. ഈ ടീനേജ് അങ്ങോട്ട് പകുതിയോളം ആയ മോള്
ഒരു ദിവസം അവസാനം അമ്മയോട് ചോദിച്ചു, മദർ, വാട്ട് ഡിഡ് യു ഡു അറ്റ് മൈ ഏജ് ദാറ്റ് മേക്സ് യു സോ വറീഡ് അബൌട്ട് മീ നൗ? വാട്ട് ഡിഡ് യു ഡു അറ്റ് മൈ ഏജ് ദാറ്റ് മേക്സ് യു സോ വറീഡ് അബൌട്ട് മീ? എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് ഇത്രയും വേവലാതി ഉണ്ടാകത്തൊക്കെ ഉണ്ട്. എന്റെ ഈ പ്രായത്തിൽ അമ്മ എന്താ കാണിച്ചു വെച്ചെന്ന് മനസ്സിലായി? എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തുവാ തോന്നുന്നത്? ഈ ഏജിൽ അമ്മ കാണിച്ചു വെച്ച കൊള്ളരാജിയല്ലേ അമ്മയ്ക്ക് തോന്നുന്നത്, ഓർമ്മ വരുന്നത്. അതെന്തുവായിരുന്നു ഈ മോള് ചോദിക്കുക? അതൊരു വളരെ ഡിവസ്റ്റേറ്റിംഗ് ചോദ്യമാണ്. So when Solomon says, you know, wash the women, son, that's a middle-aged man. മകനെ, വഴിയെ പോകുന്ന ആ സ്ത്രീയെ സൂക്ഷിച്ചോണം എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഏജ്ഡായ മധ്യവയസ്കനായ ഒരു മനുഷ്യൻ സംസാരിക്കുക. ഇത് നമ്മൾ എക്ലീസിയാസ്റ്റിക്സ് വരുമ്പോൾ, remember your creator in the days of your youth, before the teeth are few and the eyes are dim and the legs shake, how old is he? മോനെ, യൗവനകാലത്ത് നിന്റെ പല്ലൊക്കെ കൊഴിഞ്ഞ് കണ്ണൊന്നും കാണാൻ പറ്റില്ല, കാലുറയ്ക്കുന്നുമില്ല. അങ്ങനെ കാലം വരും, അതിനു മുമ്പ് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അപ്പം എക്ലീസിയാസ്റ്റിക്സ് എഴുതുന്ന ആൾക്ക് ഏത് സ്റ്റേജിലെത്തി? വയോധികനായി. പല്ലൊന്നുമില്ല, കണ്ണൊന്നും കാണുന്നില്ല, കാലോട്ട് ഉറയ്ക്കുന്നുമില്ല, ഏതാണ്ട് അവസാനിക്കാറായി. Is reaching his long home, as he calls it. ദീർഘമായ ഒരു ജീവിതം അവസാനിക്കുക. And he is looking back on life and is desperately disappointed. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പം നിരാശനാണ്, ഡിസിലൂഷൻഡ് ആണ്, ഡിപ്രസ്ഡ് ആണ് with what he has done about it or with it. താൻ തൻ്റെ ജീവിതം കൈകാര്യം ചെയ്ത രീതിയെപ്പറ്റി ചിന്തിച്ചപ്പോൾ, തൻ്റെ ജീവിതം താൻ ജീവിച്ചതായ രീതിയെപ്പറ്റി ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പം നിരാശയും ഡിപ്രഷനും ഡിസൊല്യൂഷനും ബാക്കിയുള്ളൂ. And these insights in this book are the result of his observations. അപ്പം നോക്കി, അപ്പം ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്ന ഇൻസൈറ്റുകളുണ്ടല്ലോ, അതൊക്കെ തൻ്റെ ഒബ്സർവേഷന്റെ റിസൾട്ടാണ്, നിരീക്ഷണങ്ങളുടെ റിസൾട്ടാണ്. അപ്പം ഇതിവിടെ പറയുന്ന എല്ലാം അറിയാമോ? I saw, ഞാൻ കാണാനിടയായി. എൻ്റെ അർത്ഥം എന്താ? He observed life. He watched the people. And he came to certain conclusion which he concludes here. ഇങ്ങനെ ലൈഫ് നല്ലപോലെ ഒബ്സർവ് ചെയ്തു, ആളുകളെ നല്ലപോലെ വാച്ച് ചെയ്തു. അതിന് പുള്ളി ഏതാണ്ട് ചില നിഗമനങ്ങളിലെത്തി. അതായി നിഗമനം പറയുന്നത്. Now, this does not mean that God sees life as Solomon sees it. നമ്മുടെ കേൾവിക്കാരുടെ മനസ്സിലെത്തിക്കുക നമ്മുടെ ഉദ്ദേശം. ശലോമോൻ ജീവിതം നോക്കിയിട്ട് അയാള് ചില നിഗമനങ്ങളിലെത്തി എഴുതി വെച്ചു. പക്ഷെ ശലോമോൻ ജീവിതത്തെ കാണുന്നത് പോലെ അല്ല സ്വർഗസ്ഥനായ ദൈവം മനുഷ്യ ജീവിതത്തെ കാണുന്നത്. അപ്പൊ ശലോമോന്റെ വീക്ഷണത്തിൽ താൻ എത്തിയ നിഗമനങ്ങളല്ല ദൈവത്തിന്റെ
ആ റൈറ്റ് ദൈവത്തിന്റെ മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള നിഗമനങ്ങൾ. ഉം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വെറുതെ സഭാപ്രസംഗിന്ന് കയറി കോട്ടടിച്ചിട്ട് ദൈവം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു കളയരുത്. So it is solely his perspective ഹ, at that old age. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ. ഇദ്ദേഹം വന്ന വഴിയെല്ലാം നമ്മൾ ഇനി പറയുന്നുണ്ട്. ഇദ്ദേഹം ആ. ഇവിടേക്ക് എത്താനുള്ള റീസൺസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. Okay, okay. ഉം. അപ്പം ആ വഴിയില് ഇദ്ദേഹം സഞ്ചരിക്കുന്നു, ഉം. പലതും കാണുന്നു, പലതും കേൾക്കുന്നു, പലതും അനുഭവിക്കുന്നു. ഉം. അതല്ല ദൈവത്തിന്റെ രീതി, ഉം. അതല്ല ദൈവത്തിന്റെ രീതി എന്ന്. മനസ്സിലായി. ഉം. ഒരു മനുഷ്യൻ അവന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഉം. അത് ദൈവത്തിന്റെ വചനമല്ല. ഉം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരോട് അസൂയ തോന്നി, അവർക്ക് വേദന ഒട്ടുമില്ല, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അടിച്ചുകൊണ്ടിരിക്കുന്നു. ആസാഫിന്റെ ഒരു വലിയ പ്രശ്നം ഫേസ് ചെയ്യും പറഞ്ഞത്. നമ്മൾ ഒരു പക്ഷേ ആൾക്കാരെങ്കിലും ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ അന്നേരം പറയാം, ഇപ്പൊ എല്ലാം നമുക്ക് പറയാനൊക്കെ തന്നെ. ഉം. ഉം. അത് ദൈവവചനത്തിന്റെ പിന്നെ ദൈവവചനമല്ലത്, ഓക്കെ. ദൈവത്തിന്റെ വചനമല്ലത്. ഉം. ആസാഫിന്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിരാശയിൽ നിന്നുണ്ടായ വാക്കുകളാണത്. ഉം. മുമ്പ് ഞാൻ പറഞ്ഞു വെച്ച് ഓർക്കുന്നുണ്ടോ, മനുഷ്യന്റെ ആയുസ് 70 ഏറെ ആയാലും 80. ഉം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത് വേഗം കടന്നു പോകുന്നു. ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യും. പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യന്റെ ആയുസ് 70 ഏറെ 80. എന്റെ പൊന്നു കുഞ്ഞെ, അതാ പാവം മനുഷ്യൻ നിരാശയുടെ അടിത്തട്ടി കിടന്ന് വിളിച്ചു പറഞ്ഞു പോയതാ. ഉം. ഇത് പറയുമ്പോ ഈ പുള്ളിക്ക് തന്നെ 120 വയസ്സുണ്ട്. ആ. മനസ്സിലായോ? ഉം. അപ്പം തിരുവെഴുത്തുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയാൻ കാര്യം, നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ പ്രതികരണം മനസ്സിലാക്കുന്ന ഒരുപാട് പേരും ദേവദാസന്മാരാണ്. തിരുവെഴുത്തുകളെ വളരെ ഗൗരവമായിട്ട് കാണുന്നവരാണ് നമ്മുടെ കേൾവിക്കാര്. ഉം. അവർക്ക് ഒരു വലിയ തിരുത്തൽ ഫാക്ടർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ എല്ലാം പോയി പറയുന്നത്. പറയുന്നു. ഉം. എക്ലീസിയാസ്റ്റിന്റെ വാക്യം എടുത്തിട്ട് ദൈവജനമെന്ന് പറഞ്ഞ് കാച്ചുമ്പം ശ്രദ്ധിക്കണം. We are going to ask why God put it in the Bible. അപ്പോൾ അടുത്തൊരു ചോദ്യമുണ്ട്, പിന്നെന്തിനാ ബൈബിൾ ഇത് പറഞ്ഞേക്കുന്നത്? ഉം. പിന്നെന്തിനാണ് ബൈബിളിൽ ഇത് പറഞ്ഞിരിക്കുന്നത്? അതെ. But nevertheless, so here we have Solomon, and he gave himself a title, Hebrew Kohelet. മമ്മനോട് ചോദ്യത്തിലേക്ക് വരികയാണ്, അതെ. എന്തുവാ ഈ സഭാ പ്രസംഗി QOHELET എന്നാണ്, QOHELET, കൊഹലറ്റ്. ഓക്കെ. ഈ കൊഹലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാർലമെന്റില് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടല്ലോ, ആ. അവർ രണ്ടുപേരും കൂടി സംവാദം നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ നിൽക്കും, സ്പീക്കർ. സ്പീക്കറാണ് ഇത് നിയന്ത്രിക്കുന്നത്. അതെ. ശരിക്കും ഈ സ്പീക്കർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ആ. ഇത് പ്രീച്ചറെന്നോ ഫിലോസഫറെന്നോ ലെക്ചറെന്നോ ഒക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥം പാർലമെന്റിലെ സ്പീക്കറാണ്. ആ. നമ്മൾ ഇനിയും നമ്മൾ ഈ പുസ്തകത്തിനകത്തു നിന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. പുറത്തൊന്നും ഇതുവരെ ചാടി പോയിട്ടില്ല. പുറത്ത് വിട്ട് ചാടേണ്ട ആവശ്യമില്ലെന്നേ. ഉം. അങ്ങനെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ ഇത് മനസ്സിലാക്കാം. ഉം. ഈ നമ്മുടെ ശലോമോൻ എന്ന വൃദ്ധൻ ഉം. ഒരു ഡിബേറ്റിനെ പ്രിസൈഡ് ചെയ്യാണ്. ഓക്കെ. ഡിബേറ്റ് നടത്തുക. ഉം. ചോദ്യം, ഡിബേറ്റ് എവിടെ ഉം. എന്ന് പറയുന്നതിന് മുമ്പേ, ഡിബേറ്റിന് ഉം. പ്രോസും കോൺസും ഉണ്ട്. അതെ. രണ്ട് പക്ഷമുണ്ട്. അവർക്ക് രണ്ടും തുല്യമായ
പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാൻ. ഉം. ഇതിൽ ശരിയാകത്തുള്ളൂ. അതെ. അപ്പം നെഗറ്റീവ് കേൾക്കണം, പോസിറ്റീവും കേൾക്കണം. ഉം. അപ്പം ഇതിലേതാണ് വർത്ത് ലിവിങ്? രണ്ട് ഭാഷ്യത്തിലെ ഏതാണ് വർത്തി ഏറ്റെടുക്കേണ്ടത് എന്നെടുക്കണം. ഉം. അപ്പം ഇവിടെ ഡിബേറ്റ് നടക്കുന്നത് ശലോമോന്റെ രാജസദസ്സിലല്ല, ഓക്കെ. ഉം. മന്ത്രിസഭയിലുമല്ല, ഉം. പാർലമെന്റിലുമല്ല. ഉം. പുള്ളി വയസ്സനായല്ലോ. തന്റെ ഡിബേറ്റ് നടക്കുന്നത് സ്വന്തം ഹൃദയത്തിലാണ്. ഓക്കെ. ആ ആ ഒരു ഭാഗം താൻ കടന്നുപോയ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം വന്നു. ഉം. അത് കഴിഞ്ഞ് താൻ കടന്നുപോയ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം വന്നു. ഉം. ഇവിടെ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഡിബേറ്റ് നടക്കുന്ന ഇദ്ദേഹത്തിന്റെ മനസ്സിലാണ്. ഓക്കെ. ഉം. താൻ തന്നെ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാണ്. ഉം. അപ്പൊ ഈ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുന്ന തനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഉം. എന്ത് തീരുമാനിക്കാൻ കഴിയുന്നില്ല? കൺക്ലൂഷൻ. Whether his life has been worth living or not. ഉം. ഉം. കൺക്ലൂഷൻ ഓക്കെ. തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഏതാ തന്റെ ലൈഫ് വർത്ത് ലിവിങ് ആയിരുന്നു? ഉം. ഈ ജീവിതവും താൻ എന്തോ കാണിച്ചു വെച്ചത്? ഉം. ജീവിതം എന്ന് പറഞ്ഞ് താൻ ഈ കാണിച്ചു വെച്ചത് എന്തോ? ഉം. ആൻഡ് ഹി കീപ്സ് ലിസണിങ് ടു ദി പ്രോസ് ആൻഡ് ദ കോൺസ്. അവിടുത്തെ യെസ് പോസിറ്റീവ്, നോ നെഗറ്റീവ് താൻ തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. ഉം. താൻ തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. ഉം. Then he is trying to decide whether the motion is carried or defeated. ഉം. ഇവിടെ മുൻപോട്ട് വെച്ച കാര്യം ശരിയാണോ തെറ്റാണോ? ഉം. ആഴമേറിയ ആശയക്കുഴപ്പത്തിലായി. ഉം. It's awful to reach the end of life and to be debating that question. ഇപ്പം ജീവിതത്തിന്റെ അവസാനം വന്നു കഴിഞ്ഞിട്ട് ഉം. ഞാൻ ജീവിച്ചതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഒരാൾ ചോദിച്ചാൽ ഉം. അതൊരു നിരാശകരമായ കാര്യമാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞ ഈ ചെറിപ്പഴമുണ്ട്, ഈ ചെറി അതെ. ഉം. അതിൽ ഒറ്റ ബൈറ്റേ നിനക്ക് അനുവദിച്ചിട്ടുള്ളൂ. മൗനന്റെ പ്രയോഗം എന്ന് ഞാൻ പറയാൻ പോവാം. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ലൈഫിൽ റീടേക്ക് ഇല്ല. അതെ അതെ നിനക്ക് വീണ്ടും തിരിച്ച് കുഞ്ഞനായിട്ട് പോയിട്ട് അതെ. ഇതുവരെ ചെയ്ത മിസ്റ്റേക്ക് എല്ലാം കറക്റ്റ് ചെയ്തോണ്ട് ഒരവസരമില്ല. രണ്ടാമതൊരു നല്ല ജീവിതം ജീവിച്ചു വരാൻ അവസരം തരുന്ന ഒന്നല്ല ലൈഫ്. ഉം. ഞാൻ ചെയ്ത് മുഴുവൻ അബദ്ധമായി പോയല്ലോ ഉം. എന്ന ആശയക്കുഴപ്പത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിരാശയും ഡിസില്യൂഷ്മെന്റും ഹോപ്പ്ലെസ്നെസ്സും മാത്രമേ ബാക്കി കാണത്തുള്ളൂ. ഉം. അവിടെയാണ് നമ്മൾ എക്ലിസിയാസ്റ്റസ് എന്ന പുസ്തകം എഴുതുന്ന ശലോമോനെ കണ്ടത്. ഉം. You only get one chance to live. ഉം. ഒറ്റ ചാൻസ്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞ് പോയി, നിനക്ക് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു പോകാനൊക്കത്തില്ല. അതെ. വൺ ടൈം അറൗണ്ട് തീരുക. മിസ്സായോ മിസ്സായി. അപ്പം അതാ ഒരു ടെറിബിളായ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴേ ഉം. ചില ആൾക്കാർ ഉം. മിക്കവാറും എത്തുന്നിടത്തെങ്കിൽ എത്തും. അതുകൊണ്ട് ഈ ഒരു ഇംഗ്ലീഷ് പറച്ചിലുണ്ട്, ഇഫ് യു ആർ ഹെൽത്തി അറ്റ് 20, വെൽത്തി അറ്റ് 30, ഉം. wise at 40, then you are healthy, wealthy and wise. If not, you will never be healthy, wealthy and wise എന്ന്. 20 വയസ്സാകുമ്പോൾ ആരോഗ്യം ഉണ്ടായിരിക്കണം, 30 വയസ്സാകുമ്പോൾ പൈസ ഉണ്ടാകണം, 40 വയസ്സാകുമ്പോൾ വിവരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല. അതെ. ഉം. ഈ 40 വയസ്സുകൊണ്ട് നേടേണ്ട എല്ലാം നേടി. ഉം. പിന്നെ ഇനി എന്നാ ലൈഫിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. ഉം. അപ്പൊ ശലോമോനെ സംബന്ധിച്ചോളം had been in a position to have
anything he wanted ഉം. and to do anything he wanted. ഉം. തനിക്ക് എന്തെല്ലാം വേണം എന്ന് ആഗ്രഹിച്ചു. അതെല്ലാം ലഭിച്ചു. ഉം. എന്തെല്ലാം ചെയ്യണമെന്ന് തോന്നി ചെയ്തു. അത് ചെയ്തോ, അത് മുഴുവൻ ചെയ്തു. ഫസ്റ്റ് ഹി വാസ് എ കിങ് അല്ലേ? അതുകൊണ്ട് ഗുണം എന്താ? എന്തും ചെയ്യാനുള്ള അധികാരം, പവറുണ്ട്. ഉം. ഹി ഓൾസോ ഹാഡ് ദ വെൽത്ത്. പണക്കാരനാ. ഉം. അപ്പം പണം കൊണ്ട് എന്തൊക്കെ നേടാം ഉം. അത് മുഴുവൻ നേടി. പ്രശസ്തി ഉണ്ടായി. അപ്പം now these are the things most men want: wealth, power, fame. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ജീവിതത്തിലെല്ലാം നേടാം എന്ന ചിന്തയാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും. ഉം. അധികാരം വേണം, പണം വേണം, പ്രശസ്തി വേണം. ഉം. എങ്കിൽ ലൈഫ് ഈസ് വർത്ത് ലിവിങ് എന്ന് അവർ വിചാരിക്കുന്നത്. ഉം. ഈ ശരവനെ സംബന്ധിച്ച് പറഞ്ഞാല് ശിവരാജ്ഞി വരെയാണ് ജ്ഞാനം കേൾപ്പാൻ കയറി വരുന്നത്. കയറി വന്ന് ശരവഞ്ഞ് പറയുന്നത്, ഈ കണ്ടതിന്റെ ഒരു പകുതി പോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. കേട്ടു. ഉം. ഈ കണ്ടതിന്റെ പകുതി പോലും കേട്ടില്ലായിരുന്നു. ഉം. എത്രയോ ഫേമസ് ആയിരുന്നു താന്. അതെ അതെ. അപ്പം തനിക്ക് എന്തൊക്കെ വേണോ, തൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരുന്നു, അത് മുഴുവൻ അച്ചീവ് ചെയ്തതിൻ്റെ ഒരു ലിസ്റ്റ് അങ്ങ് എഴുതിയിട്ട് പുള്ളി ഉം. അല്ല ഒരു ഭയങ്കര റേഞ്ചാണ് ശരവമാന് ഉം. ഈ അച്ചീവ്മെന്റ്, വേൾഡ് ഓഫ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഉം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഓഡിയൻസിൽ ഒരുപാട് പേർക്ക് ഇത്രയും ആഴമായിട്ട് ശലോമോനെ പറ്റി പഠിച്ചിട്ടുണ്ടോ. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉം. ഇല്ലെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിവില്ലെന്നില്ലേ. അതെ. അതൊക്കെ നോക്കുന്നത്. ഉം. നമ്മൾ രണ്ടുപേര് മാത്രം അറിവുള്ളവർ മറ്റാർക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഉം. ഒരു മജോറിറ്റി ആൾക്കാർക്കും ഒരു പക്ഷേ അത് മനസ്സിലായി കാണത്തില്ല. ശലോമോൻ ആദ്യം പഠിക്കാൻ ശ്രമിക്കുന്ന സയൻസ് ആണ്. ഉം. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് അഗ്രികൾച്ചറൽ സയൻസ് ആയിരുന്നു. ഉം. ഇദ്ദേഹം ഈ കാറ്റൽ ബ്രീഡിംഗ് ആയിരുന്നു പുള്ളിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ്. ഉം. അപ്പം നമ്മളിപ്പോഴല്ലയോ നമ്മുടെ പിന്നെ സയൻസസ് പുതിയ ബ്രീഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അതെ അതെ. ഹൈബ്രിഡ് വെറൈറ്റീസ്, സങ്കരവർഗ പശുക്കള്, ഇങ്ങനെ ഒരുപാട് പുതിയ ബ്രീഡ് ഡെവലപ്പ് ചെയ്യുന്നില്ലേ, ഹൈബ്രിഡ്. അന്ന് ശലോമോൻ പുതിയ ബ്രീഡ്സ് ഡെവലപ്പ് ചെയ്തിരുന്നു കാറ്റിൽ ബ്രീഡിങ്ങിൽ. ഹി വാസ് എ സയന്റിസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ചു. He didn't find any satisfaction in it. അത് എന്തറിയാമോ, ആർട്സിലേക്ക് തിരിയുക, കലകളിലേക്ക് തിരിയുക. രണ്ടാമത്തേത് എന്ന് പറയുമ്പം ആദ്യം തിരിയുന്നത് മ്യൂസിക്കാ. അത് പിന്നെ ജന്മനുള്ള അപ്പൻ നല്ല ഒന്നാം പാട്ടുകാരനല്ലായിരുന്നു. അപ്പം നല്ലപോലെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ പഠിക്കുകയും ഉഗ്രനൊരു ക്വാളിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഒരു ഗംഭീര ഓർക്കസ്ട്ര ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിക്കൽ ടീംസ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് പോയി. അത് കഴിഞ്ഞ് ആർക്കിടെക്ചറിൽ പോയി. ആർക്കിടെക്ചറിൽ ഇൻട്രസ്റ്റ് പോകാൻ കാരണം തനിക്ക് ശേഷവും താൻ പണിത വലിയ ബിൽഡിങ്സ് നിലനിൽക്കുന്നുള്ളതാണ്. അതിനാണ് ഈ ആർക്കിടെക്ചറിൽ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി. കാരണം തന്നേക്കാൾ ആർക്കിടെക്ചറിന്റെ പുതിയ ലോകം വരുമ്പം തനിക്കറിയാത്ത കാര്യങ്ങൾ അവർ കാണിക്കുമ്പോൾ തൻ്റെ ലോകം ചെറുതായി പോകുന്നു വരത്തില്ലയോ. അപ്പം അതിൽ ഇൻട്രസ്റ്റ് പോയി ആർക്കിടെക്ചറിൽ. ഇത് കഴിഞ്ഞിട്ടാണ് ഈ
പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. വലിയൊരു ആർട്ട് ഗാലറി ഉണ്ടാക്കി. ഉം. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി അവരർഹിക്കുന്നതിലൊക്കെ ഒരുപാട് പൈസ കൊടുത്ത അതിഗംഭീരമായ ആർട്ടിസ്റ്റിക് വർക്ക് ഉണ്ടാക്കി ഉം. ഒരു ഭയങ്കര ആർട്ട് ഗാലറി ഉണ്ടാക്കി സലോമൻ. ഒരു ഫോർച്യൂണാണ് ഈ ആർട്ട് ഗാലറിക്ക് വേണ്ടി സലോമൻ ചെലവഴിച്ചത്. ഉം. കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ അതിലും ഇൻട്രസ്റ്റ് പോയി. ഉം. ഇതിന് എന്തുവാ ലൈഫിൽ ഒരു ഇൻട്രസ്റ്റ്. ഉം. കുറെ കൊമേഡിയന്മാരെ കൊണ്ടുവന്നു, വളിപ്പന്മാരെ. ഉം. ഈ വളിപ്പന്മാരെന്തിരിക്കുന്നു, കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരുന്ന് വളി പഠിച്ചുകൊണ്ടിരിക്കും. ഉം. ഹാസ്യം. ചിരിച്ച് പാതിരാത്രി ആകുമ്പോൾ കിടക്കാൻ പോകും. ഉം. അല്ല വേറെ എന്തോ ഒരു ഇൻട്രസ്റ്റ്. ഉം. അപ്പം ഇങ്ങനെ കുറേ കഴിഞ്ഞു പുള്ളി തീരുമാനിച്ചു ഇനി സീരിയസ് ആകാമെന്ന്. ഉം. അങ്ങനെ സീരിയസ് ആയപ്പോൾ എന്തറിയാമോ, നേരെ ബിസിനസ് തുടങ്ങി. ഉം. നോക്കിക്കോണം, ആനക്കൊമ്പ് വ്യാപാരമൊക്കെ അതിനെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. ആ കാലത്ത് ഉം. ഉം. അല്ലെ ആനക്കൊമ്പിന് എവിടെ വരണം, ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടാക്കണം. ഉം. ഇങ്ങനെ ഒരു ഭയങ്കര ബിസിനസ്സുകാരനായി. ഉം. He made a lot of money. ഉം. ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിലേറെ പൈസ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം അതിൽ ഇൻട്രസ്റ്റ് പോയി. അപ്പൊ ഇനിയും ഈ പെറ്റി പ്ലഷേഴ്സ് ഉണ്ടല്ലോ, ജീവിതത്തിന്റെ സുഖങ്ങൾ എന്ന് പറയുന്നത്, ഉം. കള്ളുകൂടി, ഉം. കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവരിക, ഉം. ഇതങ്ങ് അങ്ങേ അറ്റം അങ്ങ് വഷളായി. ഉം. തീറ്റി എന്ന് പറഞ്ഞാല് ഇയാളുടെ ഡൈനിങ് ടേബിളിന് ഡെയിലി പിന്നെ ഡയറ്ററി സിസ്റ്റത്തിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എന്റെ ദൈവം തമ്പുരാനെ, എന്ത് മര്യാദയിലത് തീറ്റ ഇയാളുടെ. ഉം. തിന്ന് വയറ് പൊട്ടുന്ന പോലെ തിന്നു, കള്ളും കുടിച്ചു, അതിൽ ഇൻട്രസ്റ്റ് തിന്നു. അപ്പൊ തീരുമാനിച്ചു ഇനി ഫിലോസഫി പഠിക്കാമെന്ന്. തത്വചിന്ത. ഉം. ഫിലോസഫി പഠിക്കാൻ പോയി. എന്തെന്നറിയാമോ, അന്ന് ഫിലോസഫിക്ക് ഭയങ്കര പ്രചാരമുള്ള കാലമാണ്. ഈജിപ്തിലെ ലൈബ്രറിയിൽ നിന്ന് ഉം. റേറസ്റ്റ് ആയ സകല പുസ്തകവും വരുത്തി ഉം. വായിച്ചു ഒരൊറ്റമായി പുള്ളിക്ക് മനസ്സിലായി ലോകത്തിൽ എന്തുമാത്രം പുസ്തകം എഴുതിയിട്ടുണ്ട്, ഉം. ഇതെല്ലാം ആർക്കെങ്കിലും വായിച്ചു തീർക്കാൻ പറ്റുമോ? ഉം. ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതിയിട്ട് യാതൊരു അതെ. കാര്യം. പുസ്തകമായി നിർത്തി, അതും തീർന്നു. കാരണം ശലോമോന് മനസ്സിലായത് they stimulated but they didn't satisfy him. Yeah. ഈ പറഞ്ഞ ഇത്ര ലോങ് ലിസ്റ്റ് ഉണ്ടല്ലോ, ഉം. അതെ. ഉം. നമുക്കൊരു മൊമെന്റിന്റെ ഒരു ഉത്തേജനം തരും, സ്റ്റിമുലേഷൻ. അതെ. പക്ഷെ ജീവിതത്തിൽ സംതൃപ്തി തരുന്നില്ല. എന്താ സംതൃപ്തി തരാത്തത്? കാരണം see, there is nothing wrong with any of these things that you go. ഉം. ഫിലോസഫി പഠിക്കുന്നുണ്ടോ, ആർട്ട് പഠിക്കുന്നുണ്ടോ, ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ടോ, മ്യൂസിക് പഠിക്കുന്നുണ്ടോ, സയൻസ് പഠിക്കുന്നുണ്ടോ, ടെക്നോളജി പഠിക്കുന്നുണ്ടോ, ഇതിനൊന്നും തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉം. പക്ഷെങ്കിൽ ഇതൊന്നും ഇതൊക്കെ ലൈഫ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴാണ് തെറ്റുണ്ടാകുന്നത്. ഉം. നമ്മുടെ കേൾവിക്കാർക്ക് ഇച്ചിരി ഇതിനോട് ആവശ്യത്തിന് ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ഉം. ഇതിനെച്ചാലും കൂടുതലായിക്കോട്ടെ. ഉം. ഇതൊന്നും ലൈഫ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടതല്ല. ഉം. Don't we need to hear this? There is something very modern about this. ഉം. ഇതിനകത്തൊക്കെ എന്തോ മോഡേണായ വലിയ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഉം. ശലോമോൻ പറഞ്ഞു, ലുക്ക്, I have tried it all ഉം. and it's all pointless. ഉം. ഇതെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി, ഇതെല്ലാം മായ. ഉം.
നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഉം. മായ, മായ, മായ. ഉം. മനസ്സിലായോ? ഉം. അങ്ങനെയാണ് എക്ലീസിയാസ്റ്റിസ് ആരംഭിക്കുന്നത്. ഉം. സൂര്യന്റെ കീഴിലുള്ള സകലതും ഞാൻ ഉം. മായ, മായ. ഉം. മായ. ആ പറഞ്ഞ സെന്റൻസിലെ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഉം. ആ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, ഓക്കെ. Yeah. സകലതും മായ, മായ, സൂര്യന്റെ കീഴിലുള്ള സകലതും മായ, മായ, മായ. സകലം. ഉം. ആ സെന്റൻസിന്റെ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഉം. ഈ എക്ലീസിയാസ് പുസ്തകം വായിച്ച് നമ്മളും ആശയക്കുഴപ്പത്തിലാവും, ഉം. കേൾക്കുന്ന മനുഷ്യനും ആശയക്കുഴപ്പത്തിലാവും. തീർച്ചയായും. ഉം. വിശുദ്ധ വേദപുസ്തകത്തോട് നമ്മുടെ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, ഉം. ഇപ്പം അത് കുറഞ്ഞു പോകും. ഉം. See, if you're trying to find the meaning of life in any of them, ഉം. ഈ ശലോമോൻ കടന്നുപോയി ഇത്രയും ലോങ് ലിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതെ. ഉം. ഇതിലേതെങ്കിലുമാണ് ജീവിതത്തിന്റെ അർത്ഥം നാം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ, ഉം. if we try to find out the meaning of life in any of these things, അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. ഉം. ഈ ശലോമോന്റെ കാര്യത്തില് ശലോമോൻ ഇങ്ങനെ ശ്രമിച്ച് അവസാനം എല്ലാ ഇൻട്രസ്റ്റും നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനായി. ഉം. ഞാൻ ഇംഗ്ലണ്ടിൽ വന്നപ്പോഴ് ഉം. എന്നെ ഏറ്റവും ആവശ്യപ്പെട്ടത് എല്ലാ ആളുകളുടെ അടുക്കളയോട് ചേർന്ന് ഒരു ബുക്ക് ഷെൽഫ് ഇരിപ്പുണ്ട്, അടുക്കളയ്ക്കകത്താണ്. ഓക്കെ. ആ. ഈ ബുക്ക് ഷെൽഫിലെല്ലാം കുക്കറി ബുക്സ് ആണ്. ഉം. ഏതാ കുക്കറി ഉം. ബുക്സ് ആണ്. ഉം. ഇതെന്താ ഇത്രയും കുക്കറി ബുക്സ്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരൊറ്റ പുത്തകം പോലും ഇല്ലായിരുന്നു. ഉം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മിസസ് കെ എം മാത്യുവിന്റെ ഉത്തമ വാചകം എന്നൊരു പുസ്തകം ഇറങ്ങി. ഉം. കേട്ടോ, അതെ. ഉത്തമ വാചകം. ഉം. അപ്പം സഹോദരർക്ക് ഇത് മേടിച്ച് വായിക്കുമായിരിക്കും. ഉം. ഇങ്ങനെ അപ്പച്ചൻ ദിവസം ഞങ്ങളുടെ പ്രസംഗിക്കാൻ വന്നു. അപ്പച്ചൻ വെച്ച് പറഞ്ഞു, ആളുണ്ടാക്കുന്ന എന്തിനു കൊള്ളാം, നമ്മുടെ സഹോദരിമാര് ഒരു മുളകും പൊട്ടിച്ച് ചമ്മന്തി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ എന്ത് രുചിയാണ്. ഉം. അപ്പച്ചന്റെ പഴയ ഡയലോഗാണ് കേട്ടോ. ഡയലോഗ്. ഉം. ഉം. എന്തിനാ ഇത്രയും കുക്കറി ബുക്സ്? അപ്പൊ ഇത്രയും നാള് നിങ്ങൾ കഴിച്ച ഓരോ ആഹാരത്തിന് നിങ്ങൾക്ക് തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞില്ലയോ? ഉം. ഇത്രയും നാള് നിങ്ങൾ കഴിച്ച ഒരു ആഹാരത്തിനും ഉം. തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? അവിടെ പ്രോബ്ലം ഇങ്ങനെയാണ് കേട്ടോ. ശലോമോന്റെ ഫെയിലിയർ നമ്മൾ ഈ കുക്കറിയുമായിട്ടൊരു കണക്ഷൻ വെക്കണം. ശലോമോൻ എല്ലാം ട്രൈ ചെയ്തു, സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്നത്? ഉം. ഈ ശലോമോന് അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം ടണൽ വ്യൂ ആയിരുന്നു. ഉം. നമ്മളൊരു ടണലിന്റെ ഇപ്പുറത്ത് നിന്ന് നേരെ അങ്ങോട്ട് നോക്കിയാൽ ഉം. നമുക്കൊരു ചന്ദ്രന്റെ വട്ടം മാത്രമേ കാണാൻ കഴിയത്തപ്പുറം. Yeah, yeah. Correct. ലോകം, ഇതിനിടയ്ക്കുള്ള ലോകം നമ്മൾ കണ്ടില്ല. കണ്ടോ? ഉം. ഇല്ല. നമ്മൾ കണ്ടില്ല. ശലോമോന്റെ പ്രോബ്ലം ടണൽ വ്യൂ ആണ്. ഉം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? എക്ലീസിയാസ്റ്റിക്സ് എടുത്ത് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ വേൾഡ് വ്യൂ ആണ്. ഉം. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുന്നു, ഉം. ഓൾ വേൾഡിനെ ഒരുമിച്ച് കാണുക. ഉം. ടണൽ വ്യൂ ഭയങ്കര അപകടമാണ്. Yes. കാര്യം നിങ്ങൾ കാണേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ഉം. ഒരു നാരോ. കാരണം എന്താ? യു ഒബ്സർവ് ടു മച്ച് ആൻഡ് യു സീ
too little. ശലോമോന്റെ എക്ലീസിയാസ്റ്റിക്സ് എടുത്ത് ഞാൻ പ്രസംഗിക്കാൻ പോവാം. ഉം. ഞാൻ എന്തോ മനസ്സിലാക്കിക്കോണം, ഒരുപാട് ഒബ്സർവ് ചെയ്യുകയും ഉം. വളരെ കുറച്ച് മാത്രം കാണുകയും മാത്രം ചെയ്ത ഒരു മനുഷ്യന്റെ ചാവല്യങ്ങളാണ് ഞാൻ ഈ ബൈബിൾ പ്രസംഗമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത്. ഉം. ആര് മനസ്സിലാക്കണം? പ്രസംഗിക്കാൻ പ്രസംഗിക്കുന്നത്. മനസ്സിലാക്കണം. ഉം. ടണൽ വ്യൂ എന്ന് പറയുന്നത്, when you can only see a part of what normal sight can see you. ഒരു നോർമലായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നതിൻ്റെ ഒരു ചെറിയ പാർട്ടേ ഉം. ടണൽ വ്യൂ കൂടെ കാണത്തുള്ളൂ. Only see a bit of the picture. And Solomon had a tunnel vision here. ഉം. അതിൻ്റെ അവൻ സയൻസ് എടുത്തു, ആ വിഷനിൽ കൂടെ ലൈഫ് നോക്കി. ആർട്ട് എടുത്തു, അതിനകത്തോടെ നോക്കി. ഉം. ആർക്കിടെക്ചർ എടുത്തു, അതിനകത്ത് നോക്കി. ഉം. ബിസിനസ് എടുത്തു, അതിനകത്ത് നോക്കി. ഇപ്പൊ എല്ലാം ശലോമോന്റെ വിഷൻ എന്തുവാ? ടണൽ വ്യൂ. വിഷനാണ്. എൻ്റെ ഒരു അധ്യാപകനെ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാ. ഉം. അദ്ദേഹം പറയുന്നു, Solomon was not the wisest man on earth, he was the most foolish man on earth. ഉം. അയാളായിരുന്നു ലോകം കണ്ട് ഏറ്റവും വലിയ മാണ്ടാന്ന്. Yeah. ഉം. റീസൺ പറയുന്നത് എന്നറിയാമോ? He got 800 mother-in-laws. ഉം. മനസ്സിലായോ? Yeah. എടാ, ഇത് ഒരു അമ്മായിയും ഉണ്ടാക്കുന്ന ഉപദ്രവം ഉം. നമുക്ക് സഹിക്കാൻ വയ്യ. ഇത് 800 അമ്മായിമാർ, 800 ഭാര്യമാരുണ്ടായിരുന്നില്ലേ? അതെ അതെ. ഇത്തരത്തിന്റെ ഭാര്യ അമ്മമാര് ഉണ്ടാക്കുന്ന പ്രശ്നം. ഉം. He had any wisdom, he wouldn't have gone for it എന്നാ പറയുന്നത്. ഉം. ഇപ്പൊ രണ്ട് കാര്യങ്ങളിൽ ശലോമോൻ ലിമിറ്റഡ് ആയിരുന്നു. ഉം. ശലോമോനിൽ നിന്ന് പ്രസംഗം പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ലിമിറ്റഡാ. ഉം. ഒന്ന്, സൂര്യന് കീഴിൽ ഞാൻ കണ്ടതൊക്കെയും. എവിടെ കണ്ടത്? സൂര്യന് കീഴെ. ഉം. സൂര്യന് കീഴിലുള്ളതേ കണ്ടുള്ളൂ. ഉം. സൂര്യന് കീഴിലുള്ളത് മാത്രം കാണുന്നത് ജീവിതത്തെ പറ്റിയുള്ള പൂർണ്ണ വീക്ഷണമല്ല. Yes. അതിന് ഉയർലോകത്തിലോ കണ്ണുയർത്തണം. ഉം. എവിടം വരെ ചെല്ലണം? സ്വർഗം വരെ ചെല്ലണം. ദൈവത്തെ കാണണം. എങ്കിലേ ലൈഫിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ദൈവത്തെ കാണാതെ സൂര്യന് കീഴിലുള്ള മാത്രം കണ്ടിട്ട് ലൈഫ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിന്റെയൊക്കെ ലൈഫിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ടണൽ വ്യൂ ആയിരിക്കും. എപ്പോഴും ലിമിറ്റഡാ. ലൈഫ് കാൺ ബി ലിവ്ഡ് അണ്ടർ ദ സൺ. ഉം. സൂര്യനുള്ള കീഴിലുള്ളതിൽ മാത്രം അധിഷ്ഠിതമായി നമുക്ക് മനുഷ്യ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. അത് കന്നാലിയുടെ ജീവിതമാണ്. അതെ. ഭൗതികന്മാരെന്ന് പറയാം അല്ലേ? ഭൗതികം. ഇപ്പം പലപ്പോഴും സയൻസസിന്റെ ഫെയിലിയർ എവിടെയാ? അതെ സൂര്യനുള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ അറിയത്തുള്ളൂ. അതെ. അതിനപ്പുറം ഒരു മെറ്റഫിസിക്സ് ഉണ്ട്. മെറ്റഫിസിക്കായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ലൈഫ് ഇംപെർഫെക്റ്റാ. അതെ തീർച്ചയായിട്ടും. This was one thing. ഉം. You need a much higher perspective. ഉം. ലൈഫിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ പെർസ്പെക്റ്റീവ് വലുതായിരിക്കണം. ഉം. If you see is under the sun, you don't see what life is all about. സൂര്യന് കീഴിൽ കണ്ടു. എൻ്റെ പൊന്നി ശലോമോനെ, ഈ ലൈഫ് എന്ന് പറയുന്നത് സൂര്യന് കീഴിൽ മാത്രമുള്ളതല്ല. അതെ. ഇനി ശലോമോന്റെ വേറെ ലിമിറ്റേഷൻ, he only looked at this life, he never mentioned the next. വരുവാനിരിക്കുന്ന ലോകം, വിട്ടു പിരിഞ്ഞ ജീവിതം, ഏതാ ഈ ശരീരത്തിൽ വിട്ടുപിരിഞ്ഞ, ഉം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഉം.
അപ്പം വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് മെറ്റഫിസിക്സ് ആണ്. ഉം. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ വരുവാനിരിക്കുന്ന ലോകത്തിലെ ജീവിതമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. ഉം. ഓൾ ബൈബിൾ അതാ. അതെ. ഇവിടെ ഒരാൾക്ക് അതിനെപ്പറ്റി ഒരു വിവരമില്ല, ഒരു പിടിയില്ല. ഉം. പറഞ്ഞാൽ എന്തിനെ പറ്റിയാ? ഉം. സൂര്യന് കീഴിലുള്ള കാര്യത്തെ പറ്റിയാ. ഉം. ഇദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങൾ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഉം. അപ്പോൾ നമ്മുടെ വിഷൻസ് ഓഫ് ലൈഫ് ഈ എർത്തുമായിട്ട് മാത്രം ലിമിറ്റഡ് ആണെങ്കിൽ ലൈഫ് എന്താണെന്ന് നീ ഒരിക്കലും മനസ്സിലാകത്തില്ല. വർത്ത് ലിവിങ്, എന്തിനാ ജീവിക്കേണ്ടത് മനസ്സിലാകത്തില്ല. ഉം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവാണ് വേണ്ടത്, ഉം. ദൈവത്തിൻ്റെ വീക്ഷണം. Outside these limits, both limits in space and time, give you too little a view of life. അപ്പോൾ നമ്മുടെ ഈ സ്പേസ് ആൻഡ് ടൈമിൻ്റെ അപ്പുറത്ത് ഒരു ലൈഫ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ സ്പേസ് ആൻഡ് ടൈമിൻ്റെ ഇപ്പുറത്ത് മാത്രം ലൈഫിനെ നമ്മൾ ലിമിറ്റ് ചെയ്താൽ നമ്മുടെ ജീവിത വീക്ഷണം തെറ്റാ. ഇപ്പം നമ്മൾ ഈ വൈകിയ സമയത്തിരുന്ന് ഇത്രയും മെനക്കെട്ട് ഇതൊക്കെ പറയുന്നത് എന്തിനാ? എന്തോ കാര്യത്തിനാ? ആരെങ്കിലും നമുക്ക് ശമ്പളം തരുമോ? എനിക്കാരും തരുന്നില്ല. മനുഷ്യന്റെ ലൈഫ് ഈ ഭൂമിക്ക് അപ്പുറം വേറൊന്നുമായിട്ട് കണക്റ്റഡ് ആണ്. അതിലേക്ക് കണക്റ്റഡ് ആകുന്നതിന് വേണ്ടി നിന്നെ പ്രാപ്തനാക്കുന്ന ഒരേ ഒരു പുസ്തകം വിശുദ്ധ വേദപുസ്തകം. ആ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്റെ അണ്ടർസ്റ്റാൻഡിങ് പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയില്ലെങ്കിലോ ജീവിതത്തെ പറ്റിയുള്ള നിന്റെ അറിവ് ഇംപെർഫെക്റ്റ് ആയിപ്പോകും. അപ്പം ആ വരാനിരിക്കുന്ന ജീവിതത്തെ പറ്റി ഒരു ദർശനം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിലോ നമ്മൾ ചാപ്പ അടിച്ചു പോയി കിടന്നു, ഉറങ്ങി ഉറക്കം വരും, അല്ലേ വരത്തില്ല, തിരിഞ്ഞും പറഞ്ഞു കിടക്കും, നേരം എടുക്കും. ലൈഫിൽ നമുക്ക് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ ഈ ലെസൺസ് ഇന്നലെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതിനു വേണ്ടി. കാര്യം ഞാൻ ബിസി ആയിരുന്നു. 12 മണിക്കായി ലെസൺസ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പം 2 മണിക്കൂർ ഉറങ്ങി. പിന്നെ എനിക്ക് ഓർക്കാൻ വരത്തില്ല. വരാത്തെ ദൈവം ഇത് മുഴുവൻ നാളെ രാവിലെ ഞാൻ എങ്ങനെയാ പറഞ്ഞു തീർക്കുന്നത്? ഏതാ ഈ ശലോമോൻ എന്ന് പറയുന്ന ജ്ഞാനിയായ മനുഷ്യന് ലോകം ചിന്തിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയ മുഴുവൻ ദൈവവചനമാണെന്നുള്ള ധാരണ എന്ത് ചെയ്യുന്നു? ഇത് പ്രസംഗിച്ചിട്ടുള്ള ആൾക്കാർ നടക്കുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മറ്റുള്ളവർ പറയുന്നു. ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട് കേട്ടമ്മോ. ഒന്ന്, ശലോമോൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ. 2, സൂര്യന് കീഴിൽ നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എക്ലീസിയാസ്റ്റസ്. എക്ലീസിയാസിന്റെ പ്രത്യേകത, ശലോമോൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പം വാട്ട് ഈസ് വാസ് ആബ്സല്യൂട്ട്ലി സ്റ്റണിങ്. ഇനിയും ദൈവത്തിങ്കിലേക്ക് നോക്കിയില്ല, ഭൂമി കീഴിലോട്ട് നോക്കി. അപ്പൊ ഈ കണ്ടം മുഴുവൻ എന്തുവാ? ടണൽ വിഷൻസ്, ലിമിറ്റഡ് വിഷൻസ്. ടണൽ വിഷൻസാ. അപ്പം ബൈബിൾ അധ്യാപന ഞാൻ, ബൈബിൾ വളരെ ഇൻട്രസ്റ്റഡ് ആയ മാമ, നമ്മൾ രണ്ടും കൂടി പ്രോഗ്രാം ചെയ്യാം. നമ്മളെന്താ ചെയ്യേണ്ടത്? ശരിയായ ഒരു ദിശാബോധം ഈ പുസ്തകം വായിക്കുന്ന ആൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ശരിയായൊരു ദിശാബോധം. ആ ദിശാബോധം എന്ന് പറയുമ്പോൾ ഈ 3-ാം അധ്യായം വരുമ്പോഴാണ്
മൂന്നാം അധ്യായം വരുമ്പോഴാണ് ശലോമോൻ ദിശാബോധത്തിലേക്ക് വരുന്നത്. Okay. ഏത്? He looks at God and heaven. Guidance. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ശലോമോൻ ലഭിച്ചതായി ഇൻസൈറ്റ് that is far deeper than, far greater than that What of he- any other theologian. Mm. ലോകത്തിൽ ഒരൊറ്റ തിയോളജിയനും Mm. മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഇൻസൈറ്റ് ആണ് ഈ They- സ്വർഗത്തിലോട്ട് നോക്കിയപ്പോൾ ശലോമോന് കിട്ടിയത്. മേപ്പോട്ട് നോക്കിയപ്പോൾ Mm. അങ്ങോട്ട് നോക്കാതെ ആകാശ സൂര്യന് കീഴിൽ നോക്കിയപ്പോൾ കിട്ടിയതെല്ലാം Mm. ടണൽ വിഷൻസും. ഇവിടെ പരാജയം. Mm. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിസിഫർ ചെയ്യണം, ഇതൊന്ന് പൊരുൾ തിരിക്കണം. Put- ഈ ശലോമോൻ തരുന്ന ദിശാബോധം എവിടെയാണ്? Mm. ശലോമോൻ തരുന്നതായ തെറ്റായ അഭിപ്രായ പഠനങ്ങൾ എവിടെയാണ്? Mm. ഇപ്പം 4, 5, 6, 7, 8 കൊല്ലം ഒരാൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചെന്ന് പറഞ്ഞാൽ Mm. നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. Mm. കിട്ടുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. Mm. പക്ഷെ നമ്മൾ മുമ്പിൽ നമ്മുടെ സാധാരണ ഓഡിയൻസാണ് ഉള്ളത്. Mm. അവര് എക്ലീസിയാസ്റ്റ് എടുത്തിട്ട് Mm. പറയാൻ പാടുള്ളത് പറയണം, Mm. പറയാൻ പാടില്ലാത്തത് പറയരുത്. Mm. അപ്പൊ അവർ പറയാൻ പാടുള്ളത് എന്താണ്? ദൈവത്തിങ്കിലേക്ക്. മനുഷ്യൻ, ഇത് ജ്ഞാനി എന്ന് പറയുന്ന മനുഷ്യൻ, ഇദ്ദേഹം തിരുത്തി എഴുതിയ തെറ്റായ വേദശാസ്ത്ര ചിന്തകളുണ്ട്. Mm. നമ്മൾ ഈ തിയോളജി എന്ന സാധനമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് Mm. നമ്മൾ ഈ തിയോളജി എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഡെവലപ്പിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് Mm. ഇവർ ഇന്ന് എഴുതിയിരിക്കുന്ന തെറ്റുകൾ, മടത്തരങ്ങൾ Mm. എക്ലീസിയാസ്റ്റിന്റെ പുസ്തകത്തിൽ ഇദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. Okay. അത് ഇവർ വായിച്ചിരുന്നെങ്കിൽ ഈ മണ്ടൻ തിയോളജി എഴുതത്തില്ലായിരുന്നു. Mm. Mm. 1, 2 അത് ദൈവത്തിങ്കൽ നോക്കിയപ്പോഴാണ്. നോക്കാത്തത് കൊണ്ട് എഴുതിയ ടണൽ വിഷൻസും ഉണ്ട്. Mm. ഇത് രണ്ടും ഒന്ന് പൊരുൾ തിരിച്ചു കൊടുത്താൽ, എൻ്റെ ഒരു അഭിപ്രായമാകട്ടെ, എൻ്റെ ഒരു ചിന്ത ഏതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ഓഡിയൻസിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഫേവർ ആയിരിക്കും. Mm. I know hundreds of questions are there in the store, അല്ലേ? Yes. 100 Yes. ക്വസ്റ്റ്യൻസ് സ്റ്റോറേജ് കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇഷ്ടം പോലെയുണ്ട്. ഉണ്ട്. Nevertheless, അതൊരു അവർക്ക് എവിടെയെങ്കിലും പോയി മറുപടി കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞിരുന്ന കാര്യമുണ്ടല്ലോ, അതെ. ശലോമോൻ തിരുത്തി എഴുതിയ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സും ശലോമോന്റെ ടണൽ വിഷൻസും, Mm. ഇത് രണ്ടും നെല്ലും കതിരും ഒന്ന് വേർതിരിച്ചു വെച്ചില്ലെങ്കിൽ ഒത്തിരി കുഴപ്പമുണ്ടാവും. Mm. ഞാൻ ഇന്ന് എക്സെപ്ഷനലി വീക്കാണ് ഫിസിക്കലി, സാധാരണ ദിവസക്കാലത്ത്. Therefore, again, I am tempted to finish this session now here. Mm. Okay. ദൈവം അനുവദിച്ച നമുക്ക് ഒരു സെഷനൂടെ ഏതാ Okay. ഇതിനു വേണ്ടി. വെറുതെ എനിക്കൊന്ന് Okay. ഏതാണ് ശലോമോൻ തിരുത്തി തരുന്ന തിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്, Okay. ഏതാണ് ശലോമോന്റെ ടണൽ വിഷൻ. Mm. ഇത് രണ്ടും ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ I can say that we have done a fantastic job. Okay. Okay, Mom? ഇതിന്റെ പശ്ചാത്തലം അറിയാതെ ഈ പുസ്തകം വായിച്ചാൽ വളരെ അപകടമാണെന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. എക്സാക്ട്ലി, അവിടെയാണ് നമ്മുടെ കൺക്ലൂഷൻ. നമ്മുടെ റിയൽ കൺക്ലൂഷൻ അവിടെയാണ്. അതെ. Okay. താങ്ക് യു വെരി മച്ച് സർ. ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിന്റെ തുടർച്ച അടുത്ത സെഷനിൽ തുടരുന്നതായിരിക്കും. May God bless you all. Thank you once again. Thank you. Thank you, Mom.